സോളാർ പദ്ധതികളുടെ ലാഭം ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മകൻ ചാണ്ടി ഉമ്മനുമായി ചേർന്ന് പുതിയ കമ്പനി രൂപീകരിക്കാൻ നിർദ്ദേശിച്ചതായി സരിത എസ് നായർ. ചാണ്ടി ഉമ്മനുമായി ബിസിനസ് ബന്ധം മാത്രമാണ് ഉണ്ടായിരുന്നത്. സോളാർ കേസിലെ പ്രതിയായ സ്ത്രീയുമായി ചാണ്ടി ഉമ്മൻ വിദേശയാത്ര നടത്തിയ ദൃശ്യങ്ങൾ മന്ത്രി തിരുവഞ്ചൂരിന്റെ കൈവശമുണ്ടെന്നും സരിത സോളാർ കമ്മീഷന് മൊഴി നൽകി. തന്നെയും മുഖ്യമന്ത്രിയുടെ മകൻ ചാണ്ടി ഉമ്മനെയും ചേർത്തുയർന്ന ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി നൽകിയാണ് സരിത ഇന്ന് സോളാർ കമ്മീഷന് മൊഴി നൽകിയത്. താനും ചാണ്ടി ഉമ്മനുമായി വഴിവിട്ട് ബന്ധമല്ല, ബിസിനസ് ബന്ധമാണുള്ളത്. അത്തരം കഥകളിലെ നായിക സോളാറിലെ മറ്റൊരു പ്രതിയാണ്. ഇരുവരും തമ്മിലുള്ള ദുബായ് യാത്രയുടെ ചിത്രങ്ങൾ ചങ്ങനാശ്ശേരി സ്വദേശിയായ നൌഷാദ് അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കൈമാറി. തുടർന്ന് മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കുള്ള പരിചയമായി തിരുവഞ്ചൂർ ഇത് ഉപയോഗിച്ചു. എനിക്ക് അങ്ങനെ ഒരു ബന്ധമായിരുന്നില്ല. അങ്ങനെയുള്ള ആരോപണം ശരിക്കും പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയുമായിട്ടാണ് എന്നാണ് എൻ്റെ അറിവ് എന്നാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഷാലു ഞാൻ പേര് പറഞ്ഞില്ലല്ലോ. ഞാൻ പേര് പറഞ്ഞത് മറ്റൊരു പ്രതിയെന്ന് മാത്രമാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നടത്തിയ ഒരു ദുബായ് യാത്രയുടെ ചിത്രങ്ങളും വീഡിയോസും അത് അവരുടെ സ്വകാര്യ ശേഖരങ്ങളിൽ നിന്ന് ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് കിട്ടിയതാണ്. അത് അന്നത്തെ ഹോം മിനിസ്റ്ററുടെ കയ്യിലുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ചാണ്ടി ഉമ്മനെ കൂടി ഉൾപ്പെടുത്തി കേരള റിന്യൂവബിൾ എനർജി കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ ഒരു സഹകരണ സംഘം സ്ഥാപിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഇതിനായി പലവട്ടം ചാണ്ടി ഉമ്മനുമായി ഫോണിലും ക്ലിഫ് ഹൗസിൽ വെച്ചും സംസാരിച്ചു. സ്ഥാപനത്തിനായി അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർ ഫ്ലക്സ് എന്ന കമ്പനിയിൽ നിന്നും സോളാർ പാനലുകൾ ഇറക്കുമതി ചെയ്യാമെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളായ ആൻഡ്രൂസ്, ഉതുപ്പ് വർഗീസ് എന്നിവരാണ് കമ്പനിയുടെ ഉടമകളെന്ന് മനസ്സിലായതായും സരിത വ്യക്തമാക്കി. എം എസ് അനീഷ് കുമാർ, റിപ്പോർട്ടർ, കൊച്ചി.